മലയാളം സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉള്ള പടമാണ് നമ്മുടെ ലുക്മാന്റെ കുണ്ടന്നൂരിലെ കുൽസിത ലഹള. സൈന പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ അവർ പറയുന്നുണ്ട് ലോജിക്കും കാര്യങ്ങളൊന്നും നോക്കരുത് എന്നൊക്കെ. ഞാൻ അല്ലെങ്കിൽ ഈ സിനിമയിൽ റിസർച്ച് ചെയ്തേനെ, കാരണം ആദ്യത്തെ 5 മിനിറ്റ് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ തൊഴിലുറപ്പിന് ഒരു പണിയില്ലാത്ത കുറെ ചേച്ചിമാരെ വെച്ച് എടുത്തൊരു പടം. ആൻഡ് ഈ സിനിമയത്തെ ആദ്യത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് കഥയില്ല. എന്തൊക്കെ കാട്ടിക്കൂട്ടി ആരൊക്കെയോ വരുന്നത് പോണ്. രണ്ടാമത്തെ WWE നമുക്ക് ഈ സിനിമയിൽ കാണാം. അതും തൊഴിലുറപ്പിന് പോണ ചേച്ചിമാരെ WWE. തങ്കമ്മ റെയിൻസ് വേഴ്സസ് ശാന്തമ്മ ലെസ്നർ ഒക്കെ ഉണ്ട് ഇതിൽ. ആൻഡ് ഞാനാണ് വെച്ചാൽ ഐ അക്നോളജ് യുമായി തങ്കമ്മ ചീഫിനെ ഞാൻ പറയുള്ളൂ. തൊഴിലുറപ്പ് റംബിൾ, റോയൽ റംബിൾ പോലെ തൊഴിലുറപ്പ് റംബിൾ ഒക്കെ ഈ സിനിമയിലുണ്ട്. പിന്നെ ഇവര് ഈ കൈക്കോട്ട് അരിവാള് തോട്ടിയൊക്കെ എടുത്ത് ചുമ്മാ സൊറയും പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് നടന്നു പോകുമ്പോ ഈ KGF യശ് വരുമ്പോ ഇട്ട് കൊടുക്കുന്ന പോലത്തെ BGM ഒക്കെ ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ ശരിക്കുള്ള തൊഴിലുറപ്പിന് പോണ സ്ത്രീകൾ പോലും ഇങ്ങനെ പരദൂഷണം പറയില്ല. അത് കാണണം വെച്ച് നമ്മൾ വീട്ടിന്റെ പുറത്തിറങ്ങി നോക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ട് ഈ സിനിമ കാണേണ്ട ആവശ്യമില്ല. ഇതിലത്തെ നായകന്മാരല്ല, ഇത് മറ്റേ ആണുങ്ങളൊക്കെ ഇതിൽ വേണ്ടി കാമപ്രാന്തന്മാര്, പെണ്ണുങ്ങൾ നേരെ പരദൂഷണം പറഞ്ഞ് നടക്കുന്ന കുറെ എണ്ണം. വെറുപ്പിക്കലിന്റെ എക്സ്ട്രീം ലെവൽ കാണിച്ചു തന്നിട്ടുണ്ട്. യൂഷ്വലി ഒരു സിനിമ ഞാൻ ട്രോൾ ചെയ്യാറുണ്ട്, പക്ഷെ ഇന്നേ വരെ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് തെറി വിളിക്കണം തോന്നിയിട്ടില്ല. എനിക്ക് ആദ്യമായിട്ട് ഒരു പടം കണ്ടിട്ട് അതും തോന്നി. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നീ ഏത് ഡ്രസ്സായിട്ടിരിക്കുന്ന ആ ഫോട്ടോ അയച്ചു തരുക പറഞ്ഞ് നടക്കുന്ന കുറെ കാമപ്രാന്തന്മാരായ ആണുങ്ങളും, പെണ്ണുങ്ങളാണെന്ന് വെച്ചാൽ രാജന്റെ മകള് രാമന്റെ മകനെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ പരദൂഷണം പിടിച്ച സ്ത്രീകൾ വേറെ. സോ ഇവർക്ക് എനിക്ക് തോന്നുന്നു വെറുതെ ഇരിക്കുന്ന കുറെ തൊഴിലുറപ്പിന് പോണ ചേച്ചിമാരെ പിടിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു പണി ഇല്ലാതിരിക്കുന്ന കുറെ എണ്ണത്തിന് പിടിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ടാവും. അത് കാശും കാര്യങ്ങളൊന്നും കൊടുക്കണ്ടല്ലോ. ലുക്മാന്റെ പടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ലുക്മാനെ എന്ത് പറഞ്ഞിട്ടാ കൺവിൻസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് അതാണ് എനിക്ക് അറിയാത്തത്. ഈ മറ്റേ തല്ലുമാലയിൽ വരുന്ന പോലെ ഒരു തൊപ്പിയിട്ടിട്ട് ത്രൂ ഔട്ട് പടം വരാൻ പറഞ്ഞപ്പോൾ ആൾക്ക് കൺവിൻസ്ഡ് ആയോ? ഒരു മഞ്ഞക്കളർ തൊപ്പിയിട്ട് ഒരു കറുത്ത ബനിയൻ ഇട്ടിട്ട് അരമണിക്കൂർ കൂടുമ്പോൾ ഒരു ചായ ഒരു സിഗരറ്റ്, ഒരു ചായ ഒരു സിഗരറ്റ് പറയാൻ വേണ്ടി മാത്രം ഒരു ക്യാരക്ടർ. ഒരു ചായ ഫ്രീ ആയി കിട്ടും പറഞ്ഞിട്ട് വന്ന് അഭിനയിച്ചാണോ എന്ന് അറിയില്ല. ആൻഡ് ഈ സിനിമയുടെ പോസ്റ്റർ അല്ലെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ലുക്മാന്റെ വലിയൊരു പോസ്റ്റർ വെച്ചിട്ടാ. അതിന് മെയിൻ ഫിഗർ ആയിട്ട് കൊടുത്തിരിക്കും ലുക്മാനെ. അപ്പൊ ആൾക്കാർ ലുക്മാനെ കാണാൻ പോകുമ്പോ നാട്ടുകാരെ പറ്റിക്കണടേ. സോ ബേസിക്കലി ഇതിന്റെ ഡയറക്ടറും അതേപോലത്തെ പ്രൊഡ്യൂസർ ഈ സിനിമ കണ്ട ഓരോരുത്തർക്കും സമാധാനത്തിന്റെ ഒരു സന്തോഷ് ട്രോഫി ആണെങ്കിലും കൊടുക്കണം. മിനിമം അതിന് അവരുടെ പേര് അപ്ലൈ ചെയ്യുമെങ്കിലും ചെയ്യണം. അങ്ങനെ കിട്ടുകയാണ് വെച്ചാൽ അത് അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കണം. അത്രയും ക്രൂരതയാണ് ഇവർ ചെയ്തു വെച്ചെന്ന് വേണമെങ്കിൽ പറയാം. എന്തോന്നടേ ഇത്, എന്തെങ്കിലും ഒരു സാധനം ഒരു പടത്തിൽ വേണ്ടേ? കുറെ BGM ഇട്ട് അങ്ങോട്ട് കുത്തി കയറ്റിട്ട് എന്തൊക്കെ കാണും. ജട്ടി മോഷണം പോയി, ചോട്ടാ ഭീമിന്റെ 50 കൊല്ലം പഴക്കമുള്ള ജട്ടി, ഇതൊക്കെയാണ് കഥ. ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ബ്ലൗസ് കാണാതെ പോയി പറഞ്ഞിട്ട് ഒരു കേസും കൂടി കൊടുക്കായിരുന്നില്ലേ? ഇത്രയും ഒരു തല്ലിപ്പൊളി പടം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. സോ ഞാൻ ഈ സിനിമ സൈന പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ആയതിനു വേണ്ടി സ്റ്റോറി ഇട്ടപ്പോൾ കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞതാണ് ജീവിതത്തിൽ 2 മണിക്കൂർ വേസ്റ്റ് ആക്കരുത് എന്നുണ്ടെങ്കിൽ ഇത് കാണരുത് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഈ ഉറക്കം വരാത്ത സമയത്ത് ഒന്ന് ഉറങ്ങാൻ വേണ്ടി കണ്ട പടമാണ്. ഒരാഴ്ചത്തെ ഉറക്കം പോയി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇപ്പൊ ഒക്കെ ഈ ഉറക്കം തരുന്ന സിനിമകളോട് ഭയങ്കര ബഹുമാനമാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആജാദി ഒരു പാട്ടപ്പരട്ട പടം എന്ന് വേണമെങ്കിൽ പറയാം. സൈന പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഫ്രം ദ ഫസ്റ്റ് ടു ദ ലാസ്റ്റ് കുറെ പരദൂഷണവും കുറെ ഏഷനെയും കുറെ കാമപ്രാന്തന്മാരെയും കാണണം വെച്ചാൽ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. ഇതും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ഉണ്ടാവും. എന്നാലും ലുക്മാനൊക്കെ പോയിട്ട് ഇത്രയും വേസ്റ്റിൽ പോയി അഭിനയിക്കണമെന്ന് ആലോചിക്കുമ്പോൾ ലിറ്ററലി ഒന്നും പറയാനില്ല. ഐ ഫീൽ വെരി പിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അജാദി ഒരു അപരാധമാണ് ഈ സിനിമ. എന്തെങ്കിലും ഒരു സാധനം, യൂഷ്വലി ബോംബ്, ധ്യാൻ ശ്രീനിവാസന്റെ ബോംബ് പടങ്ങളിൽ പോലും എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. ഇതിലൊന്നുമില്ല. ദിസ് മൂവി ഹാസ് നത്തിങ്. അട്ടർ വേസ്റ്റ് പടമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സോ വേണ്ടവർ കണ്ടു.